The correct order of the rate of hydrolysis. The correct order of the rate of, solvolysis in 80% ethanol at 25 degrees Celsius is. Question കാണുന്നുണ്ടല്ലോ അല്ലേ? The correct order of rate of solvolysis. So ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു rate of solvolysis എന്ന് പറയുമ്പോൾ കാർബോകാറ്റയോൺ ഫോർമേഷൻ ആണ്. അപ്പൊ നമ്മളെ ബ്രോമിനെ അവിടെ നിർത്തി കളഞ്ഞിട്ട് ഏതാണ് മോർ സ്റ്റേബിൾ കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നത് അതിന്റെ സോൾവോളിസിസ് എന്തായിരിക്കും? വളരെ ഫാസ്റ്റർ ആയിരിക്കും. അപ്പൊ 3 സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എല്ലാം ബ്രിഡ്ജ് ഹെഡിലാണ് കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നത്. ബ്രിഡ്ജ് ഹെഡിൽ കാർബോകാറ്റയോൺ എന്തായാലും അൺസ്റ്റേബിൾ ആണ്. ബ്രിഡ്ജ് ഹെഡിൽ കാർബോകാറ്റയോൺ അൺസ്റ്റേബിൾ ആണ്. പക്ഷെ അതിൽ തന്നെ മോർ സ്റ്റെബിലൈസേഷൻ എപ്പോഴാണ് വരുന്നത്? കാർബൺ ആറ്റത്തിന്റെ എണ്ണം കൂടുമ്പോൾ അല്ലേ? കാർബൺ ആറ്റത്തിന്റെ എണ്ണം കൂടുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഇതൊരു എക്സാമ്പിൾ ആണ് ബ്രിഡ്ജ് ഹെഡ് കാർബോകാറ്റയോണിന്റെ. ഇതാണ് ബ്രിഡ്ജ് ഹെഡ് കാർബോകാറ്റയോൺ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഈ ബ്രിഡ്ജിൽ വരാം, അല്ലെങ്കിൽ മുകളിലത്തെ ബ്രിഡ്ജിൽ വരാം. അപ്പൊ ഇത് ഹൈലി അൺസ്റ്റേബിൾ ആണ്. ഇത് ഹൈലി അൺസ്റ്റേബിൾ ആണ്. അതിന് റീസൺ കാർബോകാറ്റയോൺ പ്രിഫർ ചെയ്യുന്ന ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp2 ആണ്. അപ്പൊ sp2 ആയതുകൊണ്ട് തന്നെ അതിന് ഏത് ജോമെട്രി അഡോപ്റ്റ് ചെയ്യണം? ട്രയാഗണൽ പ്ലാനർ ജോമെട്രിയിലോട്ട് അത് പോകണം. ഇപ്പൊ ട്രയാഗണൽ പ്ലാനർ ജോമെട്രിയിലോട്ട് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും ബ്രിഡ്ജ് ഹെഡ് പൊസിഷനിലോട്ട് വരുന്ന സമയത്ത്. അപ്പോൾ ഈ കാർബോകാറ്റയോൺ എന്ന് പറയുന്നത്, അപ്പൊ ഈ റിങ്ങിന്റെ സൈസ് കൂടുമ്പോൾ, അതായത് ഇപ്പൊ കാർബൺ ആറ്റത്തിന്റെ എണ്ണം കൂടുമ്പോൾ, ഇപ്പൊ ഇങ്ങനെയാണ് വന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി കിട്ടും. ഫ്ലെക്സിബിലിറ്റി കിട്ടുമ്പോൾ അതിന് ആ ഒരു ജോമെട്രിയിലോട്ട് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതും അൺസ്റ്റേബിൾ ആണ്, ഇതും അൺസ്റ്റേബിൾ ആണ്. പക്ഷെ രണ്ടുപേരും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇത് സെക്കൻഡ് വൺ ഈസ് മോർ സ്റ്റേബിൾ. ഓക്കെ, കമ്പയർ ടു ഫസ്റ്റ് വൺ. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ അതിന്റെ അകത്ത് അപ്പൊ നിങ്ങൾ നോക്കി അങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി എന്തായിരിക്കും വരാൻ സാധ്യത? അല്ലെങ്കിൽ ഓർഡർ ഓഫ് സോൾവോളിസിസ് എന്തായിരിക്കും വരാൻ സാധ്യത? ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് സി, പിന്നെ എ, പിന്നെ ബി. ഞാൻ പറഞ്ഞ ഓർഡർ കറക്റ്റ് അല്ലേ? നോക്കിയേ, ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ഒന്ന് നോക്ക്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The order of relative rate of cyclization of the following bromocarboxylate to generate corresponding lactone. Okay, so അപ്പൊ ഇത് സൈക്ലൈസ് ചെയ്യുമ്പോൾ ലാക്ടോൺ ആണ് ഫോം ചെയ്യുക. ആ ലാക്ടോൺ ഫോം ചെയ്യണതിന്റെ ഓർഡർ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. എ എന്ന് പറയുന്നത് 1, 2, 3, 4. You are getting a 4-membered ring. One, 2, 3, 4, 5. B you are getting a 5-membered ring. ഇവിടെ 1, 2, 3, 4, 5, 6. You are getting a 6-membered ring. So what will be the answer? റിംഗ് ഫോർമേഷൻ എപ്പോഴും പ്രിഫറൻസ് എന്താ? 5/6 അല്ലേ? 5/6 ആണ്. പിന്നെയാണ് 4ഉം 3 ഒക്കെ വരുള്ളൂ. സോ ദിസ് വിൽ ബി ദ, ഈ ഒരു എക്സാമ്പിളിൽ 5, 6, 4. ദിസ് വിൽ ബി ദ ഓർഡർ. സോ ആൻസർ വിൽ ബി BCA. ഓക്കെ ആണോ? BCA. ആൻസർ ഈസ് സി. ഇതേ ക്വസ്റ്റ്യൻ. ഓക്കെ, BCA അല്ലേ? ബിയിൽ 5-membered റിങ്, സിയിൽ 6-membered റിങ്, എയിൽ 4-membered റിങ്. ക്ലിയർ ആണോ?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The order of thermal decarboxylation. Order of thermal decarboxylation. Order of thermal decarboxylation. Order of thermal decarboxylation. അപ്പൊ ഇതിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ട? തെർമൽ ഡീകാർബോക്സിലേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ ചൂടാക്കുന്നു അല്ലെ? ചൂടാക്കുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡീകാർബോക്സിലേഷൻ റിയാക്ഷനിലെ സ്റ്റെബിലിറ്റി നമ്മൾ കമ്പയർ ചെയ്യണത് കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന റിസൾട്ടന്റ് ആയിട്ട് ഉണ്ടാകുന്നത് ആനയോൺ ആണ്. ആനയോണിന്റെ സ്റ്റെബിലിറ്റി ആണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ കോഞ്ചുഗേറ്റ് ബേസ് എന്ന് വിളിക്കും. എന്താണെങ്കിലും ആനയോണിന്റെ സ്റ്റെബിലിറ്റി ആണ് വി ഹാവ് ടു കമ്പയർ. അപ്പൊ ആദ്യത്തെ സ്ട്രക്ചറിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത് ഫിനൈൽ ആനയോൺ ആണ്. ഫിനൈൽ ആനയോൺ. രണ്ടാമത്തെ കേസിൽ പിരിഡീന്റെ അല്ലേ? സെക്കൻഡ് വൺ ഇവിടെ മൈനസ് വരും. തേർഡ് കേസിൽ CH2 മൈനസ് ഇങ്ങനെ വരും. ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും സ്റ്റേബിൾ കാർബാനയോൺ ഏതാണെന്ന് നോക്കുക. ഏറ്റവും സ്റ്റേബിൾ എന്തായാലും കാണുമ്പോൾ തന്നെ മനസ്സിലാവും C ആണ് സ്റ്റേബിൾ അല്ലേ? ദാറ്റ് കാർബാനയോൺ ഈസ് സ്റ്റേബിൾ. റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ് C എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമുക്ക് കട്ട് ചെയ്യാം. ദെൻ കമ്പയർ A ആൻഡ് B. എയും ബിയും നമ്മൾ കമ്പയർ ചെയ്യണം. ഏതായിരിക്കും മോർ സ്റ്റേബിൾ വരാൻ സാധ്യത? പിരിഡീൻ ആയിരിക്കോ, ബെൻസീൻ ആയിരിക്കോ, ഫിനൈൽ ആയിരിക്കോ? നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഫാക്ടർ വരണം. അപ്പൊ എന്തായാലും നൈട്രജൻ ഉള്ളത് കൊണ്ട് ബി ആയിരിക്കും. സോ ആൻസർ ഈസ് CBA. ഓക്കെ ആണോ? CBA. അപ്പൊ ഡീകാർബോക്സിലേഷനിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ പോയിട്ട് അവിടെ ഉണ്ടാകുന്ന റിസൾട്ടന്റ് ആനയോണിന്റെ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യുക. ഓക്കെ ആണോ പോയിന്റ്? ഏത് ഏത് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ആണെങ്കിലും അങ്ങനെ ചെയ്യണം. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. The correct order of the basicity, again നമ്മൾ പറഞ്ഞതാണ് basicity. Basicity of the following compounds. The correct order of basicity of the following compounds. More acidic, that will be least basic. അത് ആലോചിച്ചാൽ മതി. More acidic, that will be least basic. More acidic, that will be least basic. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ് അല്ലേ? More acidic, that will be least basic. More acidic ഇതിൽ D ആണ്. So that will be least basic. So answer is option A. ഇത്രയില്ലേ? കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് റിലേഷൻഷിപ്പ്. ഓക്കെ ആണോ? ഓക്കെ ആണോ ചോദിക്കുമ്പോൾ ഓക്കെ ആണോ അല്ലെങ്കിൽ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേ ടൈപ്പ് ഒരു ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കറക്റ്റ് IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ഈസ്.
ദ കറക്റ്റ് IUPAC. അപ്പൊ IUPAC നെയിം വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കുക. ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ ഇല്ല. ദെൻ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടോ നോക്കുക. മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്. മൾട്ടിപ്പിൾ ബോണ്ട് എവിടെയാണ് കിടക്കണേ നോക്കുക. സൈക്ലിക് സിസ്റ്റത്തിലാണ്. അപ്പൊ സൈക്ലിക് സിസ്റ്റത്തിലാണ് നമുക്ക് നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മൾട്ടിപ്പിൾ ബോണ്ടിന് മിനിമം കിട്ടുന്ന രീതിയിൽ നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ദെൻ നിങ്ങൾ നോക്കുക, പൊസിഷൻസും കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പൊ എന്തായാലും ഇവിടെ നമ്പറിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 1 2 3 4 5 6 7. അതായത് ഡബിൾ ബോണ്ട് എന്തായാലും 1ലാണ്. പിന്നെ 1ലും 2ലും 6ലും 6ലുമാണ് സബ്സ്റ്റിറ്റുവൻസ് വരുന്നത്. ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 1 2 3 4 5 6 7. 1ലാണ് ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യണേ. 1ലും 2ലും 4ലുമാണ് സബ്സ്റ്റിറ്റുവൻസ് വരുന്നത്. അപ്പൊ എന്താണ് IUPAC പറയുന്നത്, എങ്ങനെയാണ് നമുക്ക് നമ്പർ എടുക്കേണ്ടത്? എന്തായാലും ഇത് തെറ്റാണ്. 3 വരില്ല. 1 ആണ് വരികയുള്ളൂ. അപ്പൊ അതിന്റെ അകത്ത് നിങ്ങൾ നോക്കിയാൽ മതി ഏതാ വരാന്നുള്ളത്. ഏതായിരിക്കും വരാൻ സാധ്യത? സിമ്പിൾ ആണല്ലോ. Yes, correct answer is option B. Correct answer is option B. So this will be 1, this will be 2, this will be 3, this will be 4, this will be 5, this will be 6, this will be 7. എന്നാലും നമുക്ക് കിട്ടുള്ളൂ. കാരണം ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ 1ലായിരിക്കും. ദെൻ 1ലും 2ലും 4ലുമാണ് സബ്സ്റ്റിറ്റുവൻസ് വരുന്നത്. അപ്പൊ ലോവസ്റ്റ് നമ്പർ റൂൾ അതേ ഫോളോ ചെയ്യുള്ളൂ. സോ യു ഹാവ് ടു ടേക്ക് ദാറ്റ് വൺ, ലോവസ്റ്റ് നമ്പർ റൂൾ. മറക്കരുത് കേട്ടോ. ഇപ്പൊ ലോവസ്റ്റ് സം റൂൾ ഇല്ല, കൂട്ടേണ്ട കാര്യമില്ല കേട്ടാ. അടുത്ത ചോദ്യം. ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ. കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി ഞാൻ പറഞ്ഞിരുന്നു. കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് അരോമാറ്റിസിറ്റി ഉണ്ടോ നോക്കുക. അപ്പൊ എന്തായാലും ഇവിടെ അരോമാറ്റിസിറ്റി ഇല്ല. ദെൻ റെസണൻസ് നോക്കണം, ഹൈപ്പർ കോൺജുഗേഷൻ, പിന്നെ ഇൻഡക്റ്റീവ്. അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഫസ്റ്റ് കേസ് വിനൈലാണ് അല്ലേ? വിനൈൽ കാറ്റയോൺ ആണ്. വിനൈൽ കാറ്റയോൺ എന്തായാലും അൺസ്റ്റേബിൾ ആണ്. അപ്പൊ എന്തായാലും ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും നമുക്ക് കട്ട് ചെയ്യാം അല്ലേ? പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം റെസണൻസ് സിയിലുള്ളത്. ഏറ്റവും സിമ്പിൾ ചോദ്യമാണ്. CAB അല്ലേ? സോറി, CBA അല്ലേ? ആൻസർ CBA. ഏറ്റവും സ്റ്റേബിൾ C, പിന്നെ B, പിന്നെ A. ക്ലിയർ അല്ലേ? സിമ്പിൾ ചോദ്യമല്ലേ? വളരെ സിമ്പിൾ ചോദ്യം. ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ. അടുത്ത ചോദ്യം. The correct order of decarboxylation upon heating. The correct order of decarboxylation upon heating. നമ്മൾ ഇന്ന് ചെയ്തൊരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞിരുന്നു ഡീകാർബോക്സിലേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതൊരു പ്രശ്നമുള്ള ഒരെണ്ണം പിരിഡിൻ ആണ് കേട്ടോ. നൈട്രജൻ ആണ്. സെക്കൻഡ് വൺ ഈസ് നൈട്രജൻ. ഓക്കെ.
ഇപ്പൊ ഡീകാർബോക്സിലേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ഓഫ് ഡീകാർബോക്സിലേഷൻ, എത്രത്തോളം ഈസി ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ നിന്ന് പോകും. കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന റിസൾട്ടന്റ് കോൺജുഗേറ്റ് ബേസ് ആനയോണിന്റെ സ്റ്റെബിലിറ്റി ആണ് നമ്മൾ നോക്കേണ്ടത്. എന്തായാലും ലീസ്റ്റ് എ തന്നെയായിരിക്കും അല്ലേ, ബെൻസീൻ. എന്തായാലും ഫിനൈൽ ആനയോൺ ഹൈലി അൺസ്റ്റേബിൾ ആണ്. പിന്നെ എന്തോ ചിലപ്പോ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരെണ്ണം കിട്ടിയാൽ മതിയായിരിക്കും അതിൻ്റെ അകത്തുനിന്ന് 1. ബാക്കി എല്ലാതും ലീസ്റ്റ് എന്തായാലും ഫിനൈലാണ് വരാം. Okay, so answer is B, CBA. Next question. The correct order of pKa of the following compounds. pKa എന്ന് പറയുമ്പോൾ എന്താ? pKa എന്ന് പറയുമ്പോൾ acidic strength. എത്രത്തോളം ആസിഡിന്റെ സ്ട്രെങ്ത് കൂടുന്നു അത്രത്തോളം pKa വാല്യൂ കുറയും. അത്രയേ ഉള്ളൂ. എത്രത്തോളം ആസിഡിന്റെ സ്ട്രെങ്ത് കൂടുന്നു അത്രത്തോളം pKa വാല്യൂ കുറയും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ? കാർബൺ അവിടെ ഉണ്ടാകുന്ന റിസൾട്ടന്റ് കോൺജുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യുക. ഇപ്പൊ ഏറ്റവും സ്റ്റേബിൾ ഇതിൽ ആരായിരിക്കാനാണ് സാധ്യത? അതായത് ഇവിടെ എന്ത് സംഭവിക്കണം? H+ പോകണം. നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്. ആന്റി അരോമാറ്റിക്, അരോമാറ്റിക്, ആന്റി അരോമാറ്റിക്. സോ അരോമാറ്റിക് ആയിട്ടുള്ള ആള്, ഇയാളുടെ pKa വാല്യൂ ആയിരിക്കും ഏറ്റവും കുറവ് അല്ലേ? കാരണം ഇയാളുടെ അസിഡിക് സ്ട്രെങ്ത് ആയിരിക്കും ഏറ്റവും കൂടുതൽ. സോ ബി എന്ന് പറയുന്ന ആളുടെ pKa വാല്യൂ ഏറ്റവും കുറവായിരിക്കണം. സോ ആൻസർ ഈസ് ബി. നോക്കട്ടോ. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. pKa വാല്യൂ ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. pKa value of the following compounds. So pKa value acidic active methylene ഗ്രൂപ്പ്സുകളാണ്, ആക്റ്റീവ് മെത്തിലീൻ ആണ്. ഓക്കെ, ബാക്കി രണ്ട് ഓപ്ഷനും കൂടെ ഉണ്ടല്ലേ. ഓപ്ഷൻ നമ്പർ സി എന്ന് പറയുന്നത് CBA, ഓപ്ഷൻ നമ്പർ ഡി എന്ന് പറയുന്നത് BAC. pKa ആണ് ചോദിച്ചിരിക്കുന്നത്, pKa. അപ്പൊ നമ്മൾ തെറ്റിക്കരുത്. pKa is inversely proportional to acidic strength. pKa is inversely proportional to acidic strength. ഇതിൽ ഏറ്റവും ആസിഡിക് ആരായിരിക്കും? വിച്ച് വിൽ ബി മോർ acidic? C ആയിരിക്കും. ഏറ്റവും അസിഡിക് ആരായിരിക്കും? C കഴിഞ്ഞ പിന്നെ A കഴിഞ്ഞ പിന്നെ B. acidic strength അല്ലേ? ആക്റ്റീവ് മെത്തിലീൻ ആണ്. പിന്നെ സിയുടെ പ്രത്യേകത ശ്രദ്ധിക്കുക. ബിയും സിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ എയില് ഇതാണ് A, കാർബോണിൽ H+ പോയി കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ചാർജ് വരും അല്ലേ? അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് സ്റ്റെബിലൈസ് ചെയ്യുന്നത് എങ്ങനെയാ? -m ഇഫക്റ്റ് വഴിക്ക്. -m ഇഫക്റ്റ്. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങനെ സ്റ്റെബിലൈസ് ആവും, അതേപോലെ ഇങ്ങനെ സ്റ്റെബിലൈസ് ആവും. രണ്ട് -m ഇഫക്റ്റ്. ഓക്കെ, ഇതേ -m ഇഫക്റ്റ് ഇവിടെ ഉണ്ട്.
മൈനസ് എം മൈനസ് എം. പക്ഷെ ഈ മൈനസ് എമ്മിന് കൗണ്ടർ ആയിട്ട് യു ക്യാൻ സി എ പ്ലസ് എം ഓൾസോ. കണ്ടോ ഇവിടെ? അപ്പൊ എന്ത് സംഭവിക്കും? ഈ പ്ലസ് എം ഉള്ള കാരണം തന്നെ ഈ മൈനസ് എം വീക്ക് ആവും, ഈ മൈനസ് എം സ്ട്രോങ് ആണ്. ഓക്കെ, സോ അത് റിംഗ് സിസ്റ്റത്തിൽ വരുന്ന സമയത്ത്, റിംഗ് സിസ്റ്റത്തിൽ വരുന്ന സമയത്ത്, അതായത് ബിയുടെ സെയിം ടൈപ്പ് റിംഗ് ആണ് സി എന്ന് പറയുന്നത്. നോക്കിയേ അല്ലേ? അപ്പൊ ഇവിടെയും മൈനസ് എം ഇഫക്റ്റ് ഉണ്ട്, മൈനസ് എം ഇഫക്റ്റ് ഉണ്ട്, മൈനസ് എം മൈനസ് എം. പക്ഷേ അസൈക്ലിക് സിസ്റ്റത്തിൽ കണ്ട പോലെയുള്ള ഒരു മൈനസ് എം ഇഫക്റ്റ് ഇവിടെ ഇല്ല. അതായത് ഈ മൈനസ് എം ഇഫക്റ്റ് ഇവിടെ ഇല്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സൈക്ലിക് 6 മെമ്പേർഡ് റിംഗ് ആയതുകൊണ്ട് തന്നെ അതൊരു ചെയർ ഫോം പോലെയാണ് നിൽക്കുന്നത്. ദാറ്റ് ഈസ് റിംഗ് ഈസ് നോട്ട് പ്ലാനാർ. ഇത് പ്ലാനാർ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓക്സിജന്റെ റെസണൻസ് ഇഫക്റ്റ് അവിടെ വർക്ക് ആകുന്നില്ല. പകരം മൈനസ് ഐ ഇഫക്റ്റ് ആണെങ്കിലോ സൂപ്പർ ആയിട്ട് വർക്ക് ആവും. ഇവിടെ മൈനസ് ഐ ഇഫക്റ്റ് ഇല്ലാണ്ടല്ല, ഇവിടെ മൈനസ് ഐ ഇഫക്റ്റ് ഉണ്ട്. പക്ഷെ പ്ലസ് എം പവർഫുൾ ആയതുകൊണ്ട് മൈനസ് ഐയുടെ പവർ അവിടെ നിലനിൽക്കുന്നില്ല. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? സി ഏറ്റവും അസിഡിക് ആയിട്ട് മാറുന്നത്, പിന്നെ എ, പിന്നെ ബി. അത് അങ്ങനെ വരുമ്പോൾ ഉത്തരം എന്തായിരിക്കും വരാ? ഏറ്റവും കുറവ് പി കെ എ വാല്യൂ ആർക്കായിരിക്കും വരാ? എക്ക് ആയിരിക്കും വരാ, അല്ലേ? അല്ല, ഏറ്റവും കുറവ് പി കെ എ വാല്യൂ ആർക്കായിരിക്കും വരാ? സിക്ക് ആയിരിക്കും വരാ, പിന്നെ എക്ക്, പിന്നെ ബിക്ക്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണോ? അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ കഴിഞ്ഞ പേപ്പറിൽ വന്നൊരു ചോദ്യം, കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തൊരു ചോദ്യമാണെന്ന് തോന്നുന്നു എനിക്ക്. The correct match of the bond dissociation energy of CH bond of the compound in column 1 with values in column 2. Bond dissociation energy. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേ ടൈപ്പ് ചോദ്യം ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ വാല്യൂ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വാല്യൂ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഒരു വാല്യൂ തന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞിരുന്നു ഏറ്റവും സ്ട്രോങ് ബോണ്ട് ഏതാണെന്നുള്ളത്. ഏതായിരുന്നു ഏറ്റവും സ്ട്രോങ് ബോണ്ട്? SPS അല്ലേ? SPS. ഏറ്റവും സ്ട്രോങ് ബോണ്ട് ഏതാ? SPS. ദാറ്റ് മീൻസ് ഡി മാച്ച് ആവണത്. ഓക്കെ, അതിന്റെ ഓപ്ഷൻസുകൾ ഉണ്ടായിരുന്നു. ഓപ്ഷൻസ് ഞാൻ തരാം. MCQ ആയതുകൊണ്ട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണല്ലോ. യെസ്, യെസ്, ഓപ്ഷൻസ്. അപ്പൊ ഡി മാച്ച് ആവണത് എവിടേക്കാ? ഡി മാച്ച് ആവുന്നത് ഏറ്റവും കൂടുതൽ വാല്യൂ, ദാറ്റ് ഈസ് 3ലാണ്. ഡി മാച്ച് ആവണത് 3ലാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഇതൊക്കെ ഒരു ലക്ക്, അല്ലെങ്കിൽ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഓക്കെ ആണോ? യെസ്. Next question. The following hydrocarbon has a dipole moment of 0.8 because. The following hydrocarbon has a dipole moment of 0.8 because. ഇത് ഏതാ ഹൈഡ്രോകാർബൺ? അസുലിൻ. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് അസുലിൻ ട്ടോ.
അസുലിൻ അരോമാറ്റിസിറ്റിയിൽ ചോദ്യങ്ങൾ എപ്പോഴും വരാറുണ്ട്. അപ്പൊ അതിനൊരു ഡൈപോൾ മൊമെന്റ് ഉണ്ട്, അതിനൊരു പൊളാരിറ്റി ഉണ്ട്. എന്തുകൊണ്ടാണ് അതിനൊരു ഡൈപോൾ മൊമെന്റ് ഉള്ളത് എന്നാണ് ചോദ്യം. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? കാരണം അസുലിൻ ആ സ്ട്രക്ചറിൽ നിന്നാലാണ് അസുലിൻ എന്ത് കിട്ടുള്ളൂ? അരോമാറ്റിസിറ്റി കിട്ടുള്ളൂ. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ അല്ലേ? അങ്ങനെ ഒരു പൊളാരിറ്റിയിൽ നിന്നാലാണ് അസുലിൻ എന്ത് കിട്ടുള്ളൂ? അരോമാറ്റിസിറ്റി കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആൻസർ ചെയ്തെടുക്കാം, ഓപ്ഷൻ എ എടുക്കാം. നോക്കിയേ, നിങ്ങൾ വായിച്ചു നോക്കിയേ ഞാൻ പറഞ്ഞ പോയിന്റ്. അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. ദ കോമ്പൗണ്ട് ദാറ്റ് ഈസ് നോട്ട് അരോമാറ്റിക്. അരോമാറ്റിക് അല്ലാത്ത കോമ്പൗണ്ട് ഏതാണ്? ദ കോമ്പൗണ്ട് ദാറ്റ് ഈസ് നോട്ട് അരോമാറ്റിക്. ദ കോമ്പൗണ്ട് ദാറ്റ് ഈസ് നോട്ട് അരോമാറ്റിക്. ആദ്യത്തെ അരോമാറ്റിക് അല്ലേ? 7 മെമ്പേർഡ് വിത്ത് പോസിറ്റീവ് ചാർജ്. രണ്ടാമത്തെ ആന്റി അരോമാറ്റിക് ആണ്. മൂന്നാമത്തെ അരോമാറ്റിക് ആണ്. നാലാമത്തെ അരോമാറ്റിക് ആണ് അല്ലേ? നോക്കിയേ, നാലാമത്തെ സ്ട്രക്ചർ 8. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു എന്ന് എനിക്ക് തോന്നണം, 8 മെമ്പേർഡ് റിങ്ങിന്റെ അല്ലേ? സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ബി എന്താണ്? ആന്റി അരോമാറ്റിക് ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ചോദ്യം അല്ലേ? ക്ലിയർ. ഫോർത്ത് വൺ, ഇതാണ് ഓപ്ഷൻ. ഫോർത്ത് വൺ ഇതാണ് സ്ട്രക്ചർ. അതായത് ഡബിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് വിത്ത് നെഗറ്റീവ് ചാർജ് ഹിയർ, നെഗറ്റീവ് ചാർജ് ഹിയർ. അപ്പൊ 2, 4, 6, 8, 10 പൈ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? അരോമാറ്റിക്. ബാക്കിയൊക്കെ ഓക്കെ അല്ലേ? ഇത് ആദ്യത്തെ പോസിറ്റീവ് ചാർജ് ആണ്, രണ്ടാമത്തെ നെഗറ്റീവ് ചാർജ് ആണ്, ഇവിടെയും നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ദിസ് ഈസ് അരോമാറ്റിക്, ദിസ് ഈസ് ആന്റി അരോമാറ്റിക്, ദിസ് ഈസ് അരോമാറ്റിക്, ദിസ് ഈസ് അരോമാറ്റിക്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ചോദ്യമാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. ദ കോമ്പൗണ്ട് ദിസ് ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ് കോമ്പൗണ്ട്? അസുലിനാണ്. കോമ്പൗണ്ട് അസുലിനാണ്. അസുലിന്റെ പ്രത്യേകത എന്താ? അരോമാറ്റിക് ആണ്. അതിനെന്ത് കൂടുതലാണ്? ഡൈപോൾ മൊമെന്റ് ഉണ്ട്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ദ കോമ്പൗണ്ട് ടുവേർഡ്സ് ഇലക്ട്രോഫൈൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. പിരിഡീൻ കണ്ടാൽ ഞാൻ പറഞ്ഞിരുന്നു, പിരിഡീൻ കണ്ടാൽ എന്ത് വേണം? അല്ല, പിരിഡീൻ എന്താണ്? ലീസ്റ്റ് റിയാക്റ്റീവ് ആണ് അല്ലേ? പിരിഡീൻ ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. ഇപ്പൊ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് റിയാക്റ്റീവ് പിരിഡീൻ ആയിരിക്കും. പിന്നെ ആരായിരിക്കും വരാൻ സാധ്യത? പൈറോൾ ഉണ്ട്, തയോഫീൻ ഉണ്ട്. തയോഫീൻ അരോമാറ്റിസിറ്റി കൂടുതലാണ് പൈറോളിനേക്കാളും അല്ലേ? സോ പൈറോൾ വിൽ ബി മോർ റിയാക്റ്റീവ് ദെൻ തയോഫീൻ ദെൻ പിരിഡീൻ. സോ ആൻസർ വിൽ ബി 1, 2 and 3. ഓപ്ഷൻ ഡി. സിമ്പിൾ അല്ലേ? 1, 2 and 3. ഓക്കെ ആണോ? അടുത്ത ചോദ്യം നോക്കിയ, ഡിക്രീസിംഗ് ഓർഡർ ഓഫ് അസിഡിറ്റി. ഡിക്രീസിംഗ് ഓർഡർ ഓഫ് അസിഡിറ്റി. Decreasing order of acidity. സോ എച്ച് പ്ലസ് പോയി കഴിഞ്ഞുണ്ടാവുന്ന അവസ്ഥ നോക്കുക. ആദ്യത്തെ കേസിൽ എച്ച് പ്ലസ് പോയി കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് ചാർജ് വരും. നെഗറ്റീവ് ചാർജ് വരുന്നത് ഒരു എച്ച് പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ഇവിടെ വരും. രണ്ടാമത്തെ കേസിൽ എച്ച് പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജ് വരുന്നത് ഇവിടെ ആയിരിക്കും. മൂന്നാമത്തെ കേസിൽ എച്ച് പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജ് വരുന്നത്. സോ ദിസ് ഈസ് അരോമാറ്റിക്, ദിസ് ഈസ് അരോമാറ്റിക്, ദിസ് ഈസ് നോട്ട് അരോമാറ്റിക്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് 2 or 3 വിൽ ബി മോർ അസിഡിക് ദാൻ 1. സോ ഓപ്ഷൻ എ കട്ട് ചെയ്യാം. ദെൻ
3 ആണോ 2 ആണോ എന്നുള്ളതാണ്. കാണുമ്പോൾ അറിയാം 3 അരോമാറ്റിക്കും ആണ്, ഒരു ബെൻസൈൽ കാർബാനയോണും ഉണ്ട്. അപ്പൊ നമുക്ക് 2 കട്ട് ചെയ്യാം. ദെൻ 3, പിന്നെ നമുക്ക് ഉത്തരമായില്ലേ 3, 2, 1. അല്ലെങ്കിൽ 3, 2 ഓർഡർ നോക്കിയാൽ മതി, അപ്പൊ അതിന് ഉത്തരമായി അല്ലേ. 3, 2 ഓർഡർ നോക്കിയാൽ അതിന് ഉത്തരമായി. കാരണം 2, 3 ആണ് മോർ അസിഡിക് ആവുക, കാരണം അതാണ് അരോമാറ്റിക്കിൽ നിൽക്കുന്നത്. 2ഉം 3ലും ആണ് അരോമാറ്റിക്കിൽ നിൽക്കുന്നത്. അപ്പൊ 2, 3 എന്ന് പറയുന്ന ഓർഡർ നോക്കുക. ആദ്യത്തേൽ 1, 2 ആണ്, പിന്നത്തേൽ 3, 1 ആണ്, പിന്നത്തേൽ 3, 2 ആണ്, പിന്നത്തേൽ 2, 1 ആണ്. അപ്പൊ അതിന് ഉത്തരമായി. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ബിറ്റ്വീൻ 2 ആൻഡ് 3, അപ്പൊ പോലും നമുക്ക് ഉത്തരം കിട്ടും, കറക്റ്റ് ആയിട്ട് അതിൽ നിന്ന് കിട്ടും. കൺഫ്യൂഷന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. Among the following compounds, the one that is non-aromatic is? ഏതാണ് നോൺ അരോമാറ്റിക്? ആദ്യത്തെ കേസില് എന്താണ് അവസ്ഥ? നോൺ അരോമാറ്റിക് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇത് നോൺ അരോമാറ്റിക് ആണ്, ഇത് അരോമാറ്റിക് ആണ്, ഇത് ആന്റി അരോമാറ്റിക് ആണ്, ഇത് അരോമാറ്റിക് ആണ്. ഓക്കെ, സോ നോൺ അരോമാറ്റിക് എന്ന് പറയുന്നത് ഓപ്ഷൻ എ, നോൺ അരോമാറ്റിക് എന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നോട്ട് അരോമാറ്റിക് അല്ല, നോൺ അരോമാറ്റിക് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ എടുക്കല്ല നല്ലത്. അടുത്ത ചോദ്യം. സൈക്ലോ ഒക്ട ടെട്രൈനീസ് എന്താ സാധനം? സൈക്ലോ ഒക്ട ടെട്രൈനീസ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവന്റെ എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ടഫ് ഷേപ്പാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ സാധനം? നോൺ അരോമാറ്റിക് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് പ്ലാനർ ആൻഡ് ഡസ് നോട്ട് ഫോളോ ഹക്കൽസ് റൂൾ. ശരിയല്ലേ? ഡസ് നോട്ട് ഫോളോ ഹക്കൽസ് റൂൾ. അടുത്ത ചോദ്യം. ഓക്കെ, അപ്പോ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസുകൾ ചെയ്തു കേട്ടോ. ഓൾമോസ്റ്റ് നമ്മൾ GOC അരോമാറ്റിസിറ്റിയിൽ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. ഇനി പുതിയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കട്ടെ. സോ ദ കോമ്പൗണ്ട് ഈസ് ഏതാണെന്ന്? അരോമാറ്റിക്, ആന്റി അരോമാറ്റിക്, നോൺ അരോമാറ്റിക്, ഹോമോ അരോമാറ്റിക്. ദ കോമ്പൗണ്ട് ഈസ്, ഈ കോമ്പൗണ്ട് ഏതാണെന്ന്? ദ കോമ്പൗണ്ട് ഈസ് അരോമാറ്റിക്, ആന്റി അരോമാറ്റിക്, നോൺ അരോമാറ്റിക്, ഹോമോ അരോമാറ്റിക്. അപ്പൊ എന്തായിരിക്കും? നിങ്ങൾ നോക്കിയേ, 2 അല്ലേ, 2, 4, സോറി അങ്ങനെ കൺഫ്യൂഷൻ ആവോ? ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, ആ ഡബിൾ ബോണ്ട് ആണ്. ഇവിടെ 2 എണ്ണം, ഈ ലോൺ പെയർ 2 എണ്ണം, ഈ ഡബിൾ ബോണ്ട്, ഈ ഡബിൾ ബോണ്ട്, ഇവിടെ 0 അല്ലേ? ബോറോണ്ട കയ്യിലൊന്നുമില്ല. ക്ലിയർ അല്ലേ? അപ്പൊ 2, 4, 6, 8, 10, 12 അല്ലേ ഉള്ളൂ? 12 അല്ലേ ഉള്ളൂ. ആന്റി അരോമാറ്റിക് അല്ലേ? നൈട്രജന്റെ ലോൺ പെയർ sp2ലാണ്, ഓക്സിജന്റെ ഒരു ലോൺ പെയർ sp2ലാണ്, ബാക്കി മറ്റേ ലോൺ പെയർ പങ്കെടുക്കും. സോ ആൻസർ ഈസ് ആന്റി അരോമാറ്റിക്. ആന്റി അരോമാറ്റിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. NH3 plus COOH. So this is Y, this is Z, and this is X. Order of acidic strength.
order of acidic strength. Order of acidic strength. X, Y, Z. X, Z, Y. Y, Z, X. Z, Y, X. Order of acidic strength. This is an amino acid. ഇതൊരു amino acid ആണ്. Order of acidic strength. നിങ്ങൾ റിസൾട്ടന്റ് കോൺജുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി നോക്കിയാൽ മതി, ഉത്തരം കിട്ടും. കാരണം അതല്ലേ നല്ലത് ഇവിടെ. കാരണം NH3+ ഒക്കെ കിടക്കുന്നത്. അപ്പൊ കോൺജുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി അല്ല, സോറി, കോൺജുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി വേണമെന്നില്ല. നിങ്ങൾ കോൺജുഗേറ്റ് ആസിഡിന്റെ സ്ട്രെങ്ത് നോക്കിയാലും മതി, കോൺജുഗേറ്റ് ബേസിന്റെ സ്ട്രെങ്ത് നോക്കിയാലും മതി. കോൺജുഗേറ്റ് ബേസിന്റെ സ്ട്രെങ്ത് വളരെ ഈസി ആയിട്ട് ഉത്തരം കിട്ടും. അതായത് കോൺജുഗേറ്റ് ആസിഡ് സ്ട്രോങ് ആണെങ്കിൽ കറസ്പോണ്ടിങ് കോൺജുഗേറ്റ് ബേസ് എന്തായിരിക്കും? വീക്ക് ആയിരിക്കും, അല്ലേ? ആൻഡ് വൈസ് വേഴ്സ, തിരിച്ചും. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഏറ്റവും സ്ട്രോങ് ബേസ് ഇതിൽ ഇതല്ല വരാ, NH3 ആവുമ്പോ, NH2 ആവുമ്പോ, അല്ലേ? അല്ലേ? ഏറ്റവും സ്ട്രോങ് ബേസ് അയാളല്ലേ വരാ. അവിടെ നിന്ന് H എടുത്തിട്ട് നിങ്ങൾ നോക്കിയേ, എല്ലാത്തിനും H എടുക്കുക, എല്ലാത്തിനും H എടുക്കുക. ഞാൻ ഇവിടെ വരയ്ക്കട്ടെ. ഇതേ ഇതിൽ നിന്ന് ഞാൻ H എടുത്തു, അപ്പൊ ഇതെന്തായി? NH2. ഇതിൽ നിന്ന് H എടുത്തു, അപ്പൊ ഇവിടെ NH2. ഞാൻ ഇവിടെ നിന്ന് H എടുത്തു, അപ്പൊ ഇത് COO-. ഇതിന്റെ ബേസിന്റെ ഓർഡർ എന്താ? ബേസിന്റെ സ്ട്രെങ്ത്തിന്റെ ഓർഡർ എന്താ? ഏറ്റവും പവർഫുൾ Z, പിന്നെ Y, പിന്നെ X. അപ്പൊ ആസിഡിന്റെ ഓർഡർ എന്തായിരിക്കും? X, Y, Z. ആൻസർ വിൽ ബി ഓപ്ഷൻ A. ഓക്കെ ആണോ? ഓക്കെ അല്ലേ ക്വസ്റ്റ്യൻ? നല്ല ചോദ്യമാണ് കേട്ടോ, ഗുഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. CH3 C double bond NH NH2. This is one ആദ്യത്തെ സ്ട്രക്ചർ. രണ്ടാമത്തെ സ്ട്രക്ചർ CH3 CH2 NH2. This is the second structure. Third structure CH3 twice NH, and this is the third structure. Fourth structure CH3 CO NH2. This is the fourth structure. Basic strength in the order. Basic strength in the order. Option A 2 1 3 4. Option 2 1 3 2 4. Option C 3 1 2 4. Option D 1 2 3 4. ഞാൻ ബേസിന്റെ സ്ട്രെങ്ത് വരുമ്പോൾ, ബേസുകൾ മാത്രം വരുന്ന സമയത്ത് ഞാൻ ആ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, നിങ്ങൾ ആലിഫാറ്റിക് ആണോ നോക്കണം. ആലിഫാറ്റിക്കിന് മുന്നേ എന്ത് നോക്കണം? ഗ്വാനിഡിൻ ബേസ് ഉണ്ടോ എന്ന് നോക്കണം. പറഞ്ഞില്ല ഞാൻ, കാരണം നെഗറ്റീവ്ലി ചാർജ്ഡ് ബേസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്, അല്ലേ? അപ്പൊ ഗ്വാനിഡിൻ ബേസ് ഉണ്ടല്ലോ. ഏതാ ഗ്വാനിഡിൻ ബേസ്? ഫസ്റ്റ് വൺ. ദിസ് ഈസ് ഗ്വാനിഡിൻ ബേസ്, അല്ലേ?
guanidine base. So 1 will be more. അപ്പൊ നമുക്ക് ഏതൊക്കെ കട്ട് ചെയ്യാം? ഓപ്ഷൻ എ കട്ട് ചെയ്യാം, ഓപ്ഷൻ ഡി കട്ട് ചെയ്യാം. സോ 1, 4 നോക്കേണ്ട കാര്യമില്ല. ദെൻ 2ഉം 3ഉം കമ്പയർ ചെയ്താൽ മതി. കാണുമ്പോൾ തന്നെ അറിയാലോ 2ഉം 3ഉം മീഥൈലമീൻ, ഈഥൈലമീൻ അങ്ങനെ എടുക്കുകയാണ്. സോ 1 ഒന്ന് ഈഥൈലമീൻ ആണ് കേട്ടോ, അല്ലെ? ഒന്ന് ഈഥൈലമീനും ഒന്ന് മീഥൈലമീനും ആണ്. അപ്പൊ ഈഥൈലമീന്റെയും മീഥൈലമീന്റെയും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡി, ഓപ്ഷൻ ഡി. സോറി, ഞാൻ ഡി കട്ട് ചെയ്തോ? ഡി കട്ട് ചെയ്യാൻ പാടില്ലല്ലോ. ഡി കട്ട് ചെയ്തേ. ഏതാ കട്ട് ചെയ്യണ്ടേ? സി അല്ലേ കട്ട് ചെയ്യണ്ടേ? ഓക്കെ, ഏതാണ് മോർ ബേസിക്? 2 അല്ലേ? 1, 2, 3, 4 കേട്ടോ. ഈഥൈലമീൻ ഈസ് മോർ ബേസിക്. ബി അല്ല കേട്ടോ, ഡി ആണ്. ഞാൻ ഓർഡർ തരാം നിങ്ങൾക്ക്, ഈഥൈലമീന്റെ മീഥൈലമീന്റെ കമ്പൈൻ ഓർഡർ. കാരണം അത് നമുക്കൊരു ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് അതിന്റെ ഓർഡർ ഒന്ന് പഠിച്ചിരിക്കണം, നല്ലതാണ്. ഞാൻ തരാം, നോട്ട് ചെയ്ത് വെച്ചോളൂ. ക്വസ്റ്റ്യൻ ഒന്നും ഡൈമീഥൈലമീൻ ആണ്, ഒന്ന് ഈഥൈലമീൻ ആണ് കേട്ടോ. പ്ലസ് ഐ ഇഫക്റ്റ് കൂടുതൽ ഈഥൈലമീൻ ആണ്. ഓക്കെ, ആൻസർ ഡി ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ. സ്ട്രക്ചർ So structure number A. Structure number B. Structure number C. Structure number D. Which of the following species is or are aromatic? Which of the following species is or are aromatic? So options A, C, D, A, B, C, A, B, D, A, D. Which of the following species is or are aromatic? എന്നുള്ളതാണ് ചോദ്യം. കൗണ്ട് ചെയ്ത് ഫസ്റ്റത്തെ കേസില് കോഞ്ചുഗേറ്റഡ് ആണോ നോക്കല്ല അത് കേട്ടോ. ഓക്കെ, കോഞ്ചുഗേറ്റഡ് ആണ്. സോ നമുക്ക് ഇവിടെ 2, ഇവിടെ 2, സൾഫറിന്റെ 2, ഡബിൾ ബോണ്ട് 2, ഈ ഡബിൾ ബോണ്ട് 2, 2, 4, 6, 8, 10. എയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 10 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. എ അരോമാറ്റിക് ആണ്. ഇവിടെ 2, 4, 6, 8, 10, 12 ആണ്. ഇവിടെ 12 പൈ ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ബി എന്ന് പറയുന്നത് ആന്റി അരോമാറ്റിക് ആണ്. ഓപ്ഷൻ ബി പോയി, ഓപ്ഷൻ സി പോയി.
അടുത്തത് നെക്സ്റ്റ് വൺ 2, 4, 6. പക്ഷെ നൈട്രജൻ sp3 നിൽക്കുന്നത്. നൈട്രജൻ ഇവിടെ sp3 നിൽക്കുന്നത്. ദർ ഈസ് നോ കണ്ടിന്യൂസ് കോൺജുഗേഷൻ. അപ്പൊ സിയും ഇല്ല. അപ്പൊ ഓപ്ഷൻ എയും പോയി. ദെൻ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ആൻസർ ഈസ് എയും ഡിയും. സി എഴുതാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ശ്രദ്ധിക്കണം കേട്ടോ. സിയിലെ നൈട്രജൻ എന്ത് ഹൈബ്രിഡൈസേഷൻ ആണ്? sp3 ആണ്. പക്ഷെ ഡിയിലോ sp2 ആണ്. വ്യത്യാസം മനസ്സിലായോ? സിയും ഡിയും തമ്മിലേ? സിയും ഡിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? നൈട്രജന് ചുറ്റും 4 സിഗ്മ ബോണ്ടാണ് സിയിലുള്ളത്. നൈട്രജന് ചുറ്റും 4 സിഗ്മ ബോണ്ടാണ് സിയിലുള്ളത്. ദാറ്റ് ഈസ് sp3. പക്ഷെ ബിയോ നൈട്രജന് ചുറ്റും 3 സിഗ്മ ബോണ്ടാണ്. പക്ഷെ ഒരെണ്ണം ഡബിൾ ബോണ്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ sp2 കിടക്കുന്നത്. സോ ബി ഡി sp2 കിടക്കുന്നത്. അവിടെ ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ അരോമാറ്റിസിറ്റിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. sp2 ലോൺ പെയർ എച്ചിന് കൊടുത്തിരിക്കുകയാണ്. വേറെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. സോ ഡി അരോമാറ്റിക് ആണ്, എയും അരോമാറ്റിക് ആണ്. ബി ആന്റി അരോമാറ്റിക് ആണ്, സി നോൺ അരോമാറ്റിക് ആണ്. ഓക്കെ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹൈപ്പർ കോൺജുഗേഷൻ ഇൻവോൾവ്സ്. ഹൈപ്പർ കോൺജുഗേഷൻ ഇൻവോൾവ്സ്. എന്താണ് ഹൈപ്പർ കോൺജുഗേഷനിൽ സംഭവിക്കുന്നത്? ഡീലോക്കലൈസേഷൻ ഓഫ് സിഗ്മ ഇലക്ട്രോൺ with adjacent pi bonds. B. Delocalization of pi electron with adjacent triple bonds. C. Delocalization of pi electron with adjacent double bonds. D. All are true എന്നാണ് ചോദ്യം. ടെസ്റ്റ് ഡെഫിനിഷൻ ഹൈപ്പർ കോൺജുഗേഷന്റെ. സിമ്പിൾ അല്ലേ? ഓപ്ഷൻ എ. ഓക്കെ, ബേസ് ചോദ്യമാണ്. ബേസിക് ടെസ്റ്റിംഗ് അവർ നമ്മളെ ടെസ്റ്റ് ചെയ്യണതാ. അടുത്ത ചോദ്യം, അവര് 3 കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് കോമ്പൗണ്ട്. ഇത് സെക്കൻഡ് കോമ്പൗണ്ട്. സോറി, അത് തേർഡ് കോമ്പൗണ്ട്. ചോദ്യം, സ്ട്രക്ചർ നമ്പർ 1, സ്ട്രക്ചർ നമ്പർ 2, സ്ട്രക്ചർ നമ്പർ 3. pKa 1 2 3 1 3 2 3 2 1 3 1 2. pKa. നമ്മള് ഈ സ്ട്രക്ചറിനെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഞാൻ പറഞ്ഞിരുന്നു, അതിന്റെ പേരടക്കം പറഞ്ഞിരുന്നു. അല്ലേ? അക്വാറ്റിക് ആസിഡ് അല്ല, സ്ക്വയറിക് ആസിഡ്. ചിലപ്പോൾ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നായിരിക്കും അല്ലേ? എസിന് എക്ക്. ഓക്കെ, മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്. സ്ക്വയറിക് ആസിഡ്. യെസ്, സ്ക്വയറിക് ആസിഡ്. നല്ല അസിഡിക് സ്ട്രെങ്ത് കൂടുതലാണ് അല്ലെ? അരോമാറ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഉത്തരായില്ലേ? ഉത്തരായില്ലേ അല്ലേ? pKa ഏറ്റവും കുറവെന്ന് പറയുമ്പോൾ ഏറ്റവും അസിഡിക് സ്ട്രെങ്ത് കൂടുതലുള്ള ആൾക്കല്ലേ pKa ഏറ്റവും കുറവ്. സോ ആൻസർ ഈസ് സി. അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So next question.
ഡബിൾ ബോണ്ടോ ഒരു ഡബിൾ ബോണ്ട് ഞാൻ ക്വസ്റ്റ്യൻ പറയാം കേട്ടോ. C6H5 CO C6H5 4 സ്ട്രക്ചേഴ്സ് അവർ നമുക്ക് തന്നിട്ടുണ്ട്. A B C D. അവർ ചോദിച്ചിരിക്കുന്നത് among the following enolization is maximum. Enolization is maximum. ഇനി അതല്ലെങ്കിൽ ഈനോൾ ഫോം സ്റ്റേബിൾ ആയിട്ടുള്ളത് ഏതിനാണ്? ചിലപ്പോൾ അങ്ങനെയായിരിക്കും ചോദ്യം. ഈനോൾ ഫോം സ്റ്റേബിൾ ആയിട്ടുള്ളത് ഏതിനാണ്? ടോട്ടോമറിസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അതായത് എല്ലാത്തിന്റെയും കീറ്റോ ഫോം തന്നിട്ടുണ്ട് സ്ട്രക്ചേഴ്സ്. എ കീറ്റോ ഫോം ആണ്, ബി കീറ്റോ ഫോം ആണ്, സി കീറ്റോ ഫോം ആണ്, ഡി കീറ്റോ ഫോം ആണ്. ഇതില് ഒരാളുടെ ഈനോൾ ഫോം ഹൈലി സ്റ്റേബിൾ ആണെന്ന്, അതായത് അയാൾ ഈനോൾ ഫോമിലായിരിക്കും നോർമലി നിൽക്കുന്നുണ്ടായിരിക്കുക. അത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായോ? ചോദ്യം മനസ്സിലായോ? സോ കാണുമ്പോൾ തന്നെ അറിയാലോ ഈനോൾ എവിടെ നിന്ന് വരാം. അതെ, ഈ സ്ട്രക്ചറിൽ ഇവിടെ നിന്നായിരിക്കും വരാം അല്ലേ? ഈ സ്ട്രക്ചറിൽ ഇവിടെ നിന്നായിരിക്കും വരാം. ഈ സ്ട്രക്ചറിൽ ഇവിടെ നിന്ന് ഒന്നെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് വരാം. ഇവിടെ ഇല്ല, ഡിയിലില്ല. സോ ബി എന്ന് പറയുന്നത് ഈനോൾ ആയി കഴിഞ്ഞാൽ ഫീനോൾ ആവില്ലേ? ബി എന്ന് പറയുന്ന ഫോം ഈനോളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഫീനോൾ ആവും എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. ഫീനോൾ ആവാന്ന് പറഞ്ഞ ഹാപ്പിയസ്റ്റ് കണ്ടീഷൻ അല്ലേ? ഹൈലി സ്റ്റേബിൾ അല്ലേ? കമ്പയർഡ് ടു ദാറ്റ് വൺ അരോമാറ്റിക് അല്ലേ? സോ ആൻസർ ഈസ് ബി. ക്ലിയർ അല്ലേ? ബി. ദാറ്റ് മീൻസ് ഓർഡർ എങ്ങനെയായിരിക്കും വരാം? ബി എ സി ഡി. ഡി ആവില്ല, ഡിയിൽ അത് ഹൈഡ്രജൻ ഇല്ല. ക്ലിയർ അല്ലേ ചോദ്യം? ടോട്ടോമറിസം വിത്ത് അരോമാറ്റിസിറ്റി അങ്ങനെയൊക്കെ പറയാം. ടോട്ടോമറിസം. അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട് സ്ട്രക്ചേഴ്സ് അവർ തന്നിട്ടുണ്ട്. ദിസ് ഈസ് എം എന്ന് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് എൻ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻസ് അക്കോർഡിംഗ് ടു ഹക്കൽസ് റൂൾ. അക്കോർഡിംഗ് ടു ഹക്കൽസ് റൂൾ എം ആൻഡ് എൻ ആന്റി അരോമാറ്റിക്, എം ആൻഡ് എൻ അരോമാറ്റിക്, എം അരോമാറ്റിക്, എൻ ആന്റി അരോമാറ്റിക്, എം ആന്റി അരോമാറ്റിക്, എൻ അരോമാറ്റിക്. എന്താ നിങ്ങൾക്ക് തോന്നണേ? എമ്മും എന്നും അവർ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് അക്കോർഡിംഗ് ടു ഹക്കൽസ് റൂൾ അതെന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ നോക്കിയാൽ മതി. എന്താ തോന്നണേ? രണ്ട് എല്ലാം sp2 ആണ്. 2 4 ബോറോൺ ഓക്കെ 0 6 8 ഈ ലോൺ പെയർ ഇൻവോൾവ് ചെയ്യും. 10 അല്ലേ? സോ എം അരോമാറ്റിക് ആണ്. ഇവിടെയോ 2 4 6 0 2 4 6. അതിന്റെ അർത്ഥം എന്താ? രണ്ടും
അരോമാറ്റിക് ആണ് അല്ലേ? ബോറോൺ ഓക്കെ ആണ്, ബോറോണിന്റെ കയ്യിലില്ല, വേണ്ട, പ്രശ്നമില്ല. ക്ലിയർ അല്ലേ? എമ്മും എന്നും അരോമാറ്റിക് ആണ്, എമ്മും എന്നും അരോമാറ്റിക് ആണ്. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. എൻ്റെ ഹൈബ്രിഡൈസേഷൻ നോക്കുക. അടുത്തത് സോ സ്ട്രക്ചർ നമ്പർ 1 ഇതാണ്. നോൺ അരോമാറ്റിക് ആണ് ചോദ്യം. ഇതിൽ ഒരു സ്ട്രക്ചർ നോൺ അരോമാറ്റിക് ആണ്, അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. വൺ സ്ട്രക്ചർ ഈസ് നോൺ അരോമാറ്റിക്. സ്ട്രക്ചർ ഇപ്പോൾ ഞാൻ വരച്ചു തരാം. So this is A, this is B, this is C, this is D. So which is non-aromatic? ഏത് സ്ട്രക്ചർ ആണ് നോൺ അരോമാറ്റിക്? വിച്ച് ഈസ് നോൺ അരോമാറ്റിക്? ആദ്യം നമ്മൾ നോക്കേണ്ടത് ഓക്കെ, എല്ലാം ചെക്ക് ചെയ്യും. ആദ്യത്തെ കേസ് നോക്കട്ടെ. ഫസ്റ്റ് കേസിൽ 2, 4, 6. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. സോ ഫസ്റ്റ് കേസ് അരോമാറ്റിക് ആണ്. സെക്കൻഡ് കേസോ 2, 4, 6 അല്ലേ? സോ ദാറ്റ് ഈസ് ഓൾസോ അരോമാറ്റിക്. പിന്നത്തെ കേസിലോ 2, 4, 6. സോ ദാറ്റ് ഈസ് ഓൾസോ അരോമാറ്റിക്. പിന്നത്തെ കേസിൽ 2, 2, 4. പിന്നെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ടോട്ടമറൈസേഷൻ നടക്കുക എന്നുള്ളതാണ്. പക്ഷേ ഓക്കെ, നമുക്ക് ഉള്ളതിൽ എടുക്കാൻ പറ്റുന്ന ഒരു ആൻസർ പിന്നെ എന്തായാലും എ ബിയും സിയും അരോമാറ്റിക് ആയിരിക്കും. ടോട്ടമറൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അരോമാറ്റിക് ആവും ഡിയും അല്ലേ? അരോമാറ്റിക് ആവും. ടോട്ടമറൈസേഷൻ നടക്കാതെ എയും ബിയും സിയും അരോമാറ്റിക് ആവും. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഉത്തരം ഡി ആണ്. ശരിക്കും എല്ലാം അരോമാറ്റിക് ആണ് ഇതില്. sp3 കാർബൺ ഉണ്ട് അവിടെ, പക്ഷേ sp3 കാർബൺ ഉണ്ടെങ്കിലും ഈ കോമ്പൗണ്ട് റൂം ടെമ്പറേച്ചറിൽ ടോട്ടമറൈസേഷൻ നടന്ന് അങ്ങനെ ഒരു പോസിബിലിറ്റി അരോമാറ്റിസിറ്റിയിൽ അവർ പറയുന്നുണ്ട്. കീറ്റോ ഇനോൾ ടോട്ടമറൈസേഷൻ ക്യാൻ ലീഡ്സ് ടു അരോമാറ്റിസിറ്റി. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഫീനോളിന്റെ കേസിൽ, നമ്മൾ ഇവിടെ ഒരു ചോദ്യം കണ്ടില്ലേ, ഈ ചോദ്യം കണ്ടില്ലേ, ഇനോളൈസേഷൻ ഈസ് മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് നിൽക്കുന്നത് ഇങ്ങനെ ആയിരിക്കില്ല, ഈ കോമ്പൗണ്ട് നിൽക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഇങ്ങനെയല്ല ഈ കോമ്പൗണ്ട് നിൽക്കുക, ഇങ്ങനെയാണ് നിൽക്കുക. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഈ സ്ട്രക്ചർ നിൽക്കുന്ന ഫോം എന്ന് നോക്കട്ടെ. ഈ സ്ട്രക്ചർ ഡബിൾ ബോണ്ട് ഇവിടെ വന്നു, ഇവിടെ O-, ഇവിടെ ഡബിൾ ബോണ്ട് O, ഇവിടെ നൈട്രജൻ, ഹൈഡ്രജൻ, ഇവിടെ നൈട്രജൻ, ദെൻ ഡബിൾ ബോണ്ട്. അപ്പൊ 2, 4, 6. ഫൈൻ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ശരിക്കും പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം അരോമാറ്റിക് ആണ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് ഈ സ്ട്രക്ചറിൽ ഇത് sp3 കാർബൺ കാണിച്ചിട്ട് വേണമെങ്കിൽ പറയാന്നേ ഉള്ളൂ, പക്ഷെ ആസ് പെർ റൂൾ അത് അരോമാറ്റിക് തന്നെയാണ്. ഓക്കെ, വിട്, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായി നിങ്ങൾക്ക്?
ഓക്കെ, അടുത്തത് ഡബിൾ ബോണ്ട് മൈനസ് ഡബിൾ ബോണ്ട് NH. കുറച്ച് സ്ട്രക്ചേഴ്സ് അവർ നമുക്ക് തന്നിട്ടുണ്ട്. കുറച്ച് സ്ട്രക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ എത്ര അരോമാറ്റിക് സ്പീഷീസ് ഉണ്ടെന്നാണ് ചോദ്യം. സോറി, സോ ദിസ് ഈസ് കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഹൗ മെനി അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആർ ദർ? എത്ര അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഉണ്ടെന്ന്. ഹൗ മെനി അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആർ ദർ? How many aromatic compounds are there? Option A 6, option B 5, option C 4, option D 3. എത്ര അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഉണ്ട്? നോക്കിയേ, ആദ്യത്തെ സ്ട്രക്ചർ നോക്കിയേ, 2, 4, 6 അരോമാറ്റിക് ആണ്. നോക്കില്ലേ, വേഗം നോക്കിയേ. ഫസ്റ്റ് സ്ട്രക്ചർ 2, 4, 6 അരോമാറ്റിക് ആണ്. 2, 4, 6 അരോമാറ്റിക് ആണ്. 2, 4, 6 അരോമാറ്റിക് ആണ്. 2 അരോമാറ്റിക് ആണ്. എല്ലാം sp2 ആണ്. എല്ലാം sp2 ആണ് കേട്ടോ. ഓൾ sp2, ഓൾ sp2. ഞാൻ ചെക്ക് ചെയ്തു, എന്നിട്ടാണ് ഞാൻ കൗണ്ട് ചെയ്തത് കേട്ടോ. ഓൾ sp2, all sp2. Here nitrogen is sp3. Here non-aromatic. So 1, 2, 3, 4. Answer is option C. അല്ലേ? ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. ഓക്കെ, ബി ആണോ? നോക്കി ശരിക്കും നോക്കി. എനിക്ക് തോന്നുന്നത് ഇത് തെറ്റിച്ചിട്ടുണ്ടാവും അല്ലേ? ഇത് അരോമാറ്റിക് അല്ലല്ലോ. ഇത് അരോമാറ്റിക് അല്ല. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, 10 അനുലിൻ ഈ പ്രോബ്ലം പറഞ്ഞിട്ടായിരുന്നു. ബ്രിഡ്ജ് ഫോം വരുമ്പോൾ അത് അരോമാറ്റിക് ആവും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അരോമാറ്റിക് ആവും. അല്ലെങ്കിൽ ഇത് നോൺ അരോമാറ്റിക് ആണ്, പ്ലാനാർ അല്ല. ഇത് sp3 ആണ്, നൈട്രജൻ sp3 ആണ് കേട്ടോ. കണ്ടോ, നൈട്രജന് ചുറ്റും 4 സിഗ്മ ബോണ്ട് അല്ലേ? sp3 ആണ്. sp3 വന്ന കണ്ടിന്യൂസ് ഡീലോക്കലൈസേഷൻ ഉണ്ടോ? ഇല്ല. ഇവിടെ sp3 ഉണ്ട്, ഇവിടെയും sp3 ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. So they have given 2 structures. ഇതാണ് 2 സ്ട്രക്ചർ, സ്ട്രക്ചർ നമ്പർ 1 ആൻഡ് സ്ട്രക്ചർ നമ്പർ 2. സോ ക്വസ്റ്റ്യൻ ഇതാണ്, which one of the following statement is not true? Not true. 1. Structure 1 and 2 are simply
resonance form of the same molecule. Two, structures 1 and 2 represents different molecules. 3, 1 and 2 are non-aromatic in nature. 4, dianions of 1 and 2 are aromatic in nature. So structure number 1 and 2 കണ്ടില്ലേ സ്ട്രക്ചറുകൾ? ഓക്കെ, അതായത് ഫോൾസ് അല്ല ചോദ്യം അല്ലേ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്? നോട്ട് ട്രൂ എന്ന് പറയുമ്പോൾ ഫോൾസ്. സൈക്ലോക്ട ടെട്രൈൻ ആണ്. അപ്പൊ അവനെ കുറിച്ച് നമുക്കറിയാം എന്താണെന്നുള്ളത് അല്ലേ? എന്തായാലും സൈക്ലോക്ട ടെട്രൈൻ ആയതുകൊണ്ട് തന്നെ അത് പ്ലാനാർ അല്ല. ആണോ? ഇറ്റ് ഈസ് നോട്ട് പ്ലാനാർ. ടഫ് ഷേപ്പ് ആണ് നമുക്കറിയാം. ഇറ്റ് ഈസ് നോട്ട് പ്ലാനാർ. അപ്പൊ പ്ലാനാർ അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ റെസണൻസ് വർക്ക് ചെയ്യോ? റെസണൻസ് വർക്ക് ചെയ്യില്ല. അപ്പൊ ആദ്യത്തെ ആൻസർ അവരെന്താ പറയണേ? സ്ട്രക്ചർ 1 and 2 ആർ സിംപ്ലി റെസണൻസ് ഫോം ഓഫ് ദ സെയിം മോളിക്യൂൾ. അത് തെറ്റല്ലേ? രണ്ടാമത്തെ സ്ട്രക്ചർ 1 and 2 റെപ്രസെന്റ്സ് ഡിഫറെന്റ് മോളിക്യൂൾ. അത് ശരിയല്ലേ? കാരണം അവിടെ മീഥൈൽ ഗ്രൂപ്പ് നോക്കിയ ഫസ്റ്റ് കേസിൽ ഡബിൾ ബോണ്ട് കാർബണിലാണെങ്കിൽ സെക്കൻഡ് കേസിൽ അല്ല ഇവിടെയല്ലേ? നിങ്ങൾ വ്യത്യാസം റീജിയോസോമേഴ്സ് അല്ലേ? ഒന്ന് ഇവിടെ ആണെങ്കിൽ ഒന്ന് ഇവിടെയാണ്. അത് വ്യത്യാസമുണ്ട് അല്ലേ? ഡബിൾ ബോണ്ട് നിൽക്കും, മറ്റോടത്ത് സിംഗിൾ ബോണ്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ അത് വ്യത്യാസമുണ്ട്. അപ്പൊ ഡിഫറെന്റ് മോളിക്യൂൾ ആണ്. നോൺ അരോമാറ്റിക് ആണ്. ശരിയല്ലേ? നോൺ അരോമാറ്റിക് ആണ്. പിന്നെന്താ? ഡയാനയോൺസ് അരോമാറ്റിക് ആണ്. അതും ശരിയല്ലേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവന്റെ ഡയാനയോൺസ് വരച്ചു തന്നതല്ലേ? ഡയാനയോൺസ് എന്താണ്? അരോമാറ്റിക് ആണ്. അപ്പോ 2ഉം 3ഉം 4ഉം ട്രൂ ആണ്, 1 ഫോൾസ് ആണ്. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. CH3C CH3 ഡബിൾ ബോണ്ട് N NH2. CH3C plus structure number 2. CH3C CH3 plus minus NH2 structure number 3. സോ 3 സ്ട്രക്ചേഴ്സ്, ഒരു കോമ്പൗണ്ടിന്റെ തന്നെ 3 സ്ട്രക്ചേഴ്സ് അവർ നമുക്ക് തന്നിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഓർഡർ ഓഫ്, ക്വസ്റ്റ്യൻ ഇതാണ്, ഓർഡർ ഓഫ് increasing contribution towards resonance hybrid, അതായത് സ്റ്റെബിലിറ്റി. അതാണ് ചോദ്യം. സ്റ്റെബിലിറ്റി, ഓർഡർ ഓഫ് increasing contribution towards resonance hybrid. So 2 1 3 3 2 1 3 1 2 1 2 3. അപ്പൊ ഒരു കോമ്പൗണ്ടിന് തന്നെ ഡിഫറെന്റ് കാനോണിക്കൽ ഫോംസ് വരുന്ന സമയത്ത് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്ന പോയിന്റ്? ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടത് എന്താ? ന്യൂട്രൽ സ്ട്രക്ചർ ഉണ്ടോ എന്ന് നോക്കണം.
ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താ? ന്യൂട്രൽ സ്ട്രക്ചർ. ന്യൂട്രൽ സ്ട്രക്ചർ ആയിരിക്കും ഏറ്റവും സ്റ്റേബിൾ അല്ലേ? അല്ലേ? നമ്മളൊരു കാർബോകാറ്റയോൺ എന്തുകൊണ്ടാണ് കാർബോകാറ്റയോണിന് ഇലക്ട്രോൺ കൊടുക്കുമ്പോഴാണ് കാർബോകാറ്റയോൺ സ്റ്റേബിൾ ആവുന്നത്? കാരണം കാർബോകാറ്റയോൺ ന്യൂട്രൽ ഫോമിലോട്ട് പോകാൻ നോക്കാണ്. അപ്പൊ എപ്പോഴും ന്യൂട്രലിലോട്ട് പോകാനായിട്ടായിരിക്കും ശ്രമിക്കുന്നത്. ന്യൂട്രൽ ഫോം അല്ലാതെ സ്റ്റേബിൾ ആവുന്ന ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, അതിന് അരോമാറ്റിസിറ്റി കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ചാർജ്ഡ് ഫോം സ്റ്റേബിൾ ആവുള്ളൂ. അല്ലെങ്കിൽ എല്ലാം ന്യൂട്രൽ ഫോം ആണ് സ്റ്റേബിള്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും സ്റ്റേബിൾ 1 ആയിരിക്കും. അപ്പൊ 1 ഏറ്റവും സ്റ്റേബിൾ ആവുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ചോദ്യം. സ്ട്രക്ചർ വരച്ചു വരുമ്പോഴേക്ക് സമയമാണ്. ഓക്കെ, ഞാൻ സ്ട്രക്ചറിന് കോപ്പി ചെയ്ത് തരാം. സ്ട്രക്ചർ കാണുന്നുണ്ടോ? എൻലാർജ് ചെയ്ത് തരാം സ്ട്രക്ചർ. സ്ട്രക്ചർ കാണുന്നുണ്ടോ? യെസ്. The total number of delocalized pi electrons in compound 1 and compound 2. Total number of delocalized pi electrons. Compound 1 and compound 2. 18 and 14 respectively. 24 and 16 respectively. 16 and 12 respectively. 22 and 14 respectively. Total number of delocalized pi electron. എന്താ ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഒരു സി ഡബിൾ ബോണ്ട് സി കണക്റ്റഡ് ടു സി ഡബിൾ ബോണ്ട് സി കണക്റ്റഡ് ടു സി ഡബിൾ ബോണ്ട് സി. അപ്പോൾ ഇത് പൈ ബോണ്ടാണ്, ഇത് പൈ ബോണ്ടാണ്, ഇത് പൈ ബോണ്ടാണ്. ആൻഡ് യു ക്യാൻ സി എ ഡീലോക്കലൈസേഷൻ, അല്ലേ? യു ക്യാൻ സി എ ഡീലോക്കലൈസേഷൻ ഹിയർ. അപ്പൊ 2, 4, 6 ഇവിടെ എത്ര പൈ ഇലക്ട്രോൺസ് ഡീലോക്കലൈസ് ചെയ്യുന്നുണ്ട്? 6 പൈ ഇലക്ട്രോൺസ് ഡീലോക്കലൈസ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ഇപ്പോ സി ഡബിൾ ബോണ്ട് സി കണക്റ്റഡ് ടു സി ട്രിപ്പിൾ ബോണ്ട് സി കണക്റ്റഡ് ടു സി ഡബിൾ ബോണ്ട് സി ആന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ ദിസ് ഈസ് എ പൈ ബോണ്ട്, ദിസ് ഈസ് എ പൈ ബോണ്ട്, അനദർ പൈ ബോണ്ട്, 2 പൈ ബോണ്ട് ഉണ്ട്, ഇവിടെയും ഒരു പൈ ബോണ്ട് ഉണ്ട്. ഇവിടെ എത്ര പൈ ഇലക്ട്രോൺസ് ഡീലോക്കലൈസ് ചെയ്യുന്നുണ്ട്? ഇവിടെയും 6 പൈ ഇലക്ട്രോൺസ് ഡീലോക്കലൈസ് ചെയ്യുന്നുള്ളൂ. ഏതൊക്കെ? ഇവിടെ ഈ പൈ ബോണ്ട്, ഈ പൈ ബോണ്ട്, ഈ പൈ ബോണ്ട് ആണെങ്കിൽ ഇവിടെ ഈ പൈ ബോണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരു പൈ ബോണ്ട്, അല്ലേ? കാരണം ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിലും അതിൽ ഒരു പൈ ഇലക്ട്രോൺസ് മാത്രമേ ഡീലോക്കലൈസേഷനിൽ പങ്കെടുക്കുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ നോക്കിയേ, ആദ്യത്തെ കേസിൽ നോക്കിയേ, 2, 4, 6, 8, 10, 12, 14, 16, 18. ഇവിടെയോ 2, 4, 6, 8, 10, 12, 14. സോ ആൻസർ ഈസ് 18 ആൻഡ് 14. ക്ലിയർ ആണോ? ജസ്റ്റ് ആ ട്രിപ്പിൾ ബോണ്ട് എടുക്കുന്നുണ്ടോ എടുക്കുന്നില്ലേ എന്നറിയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ, അവിടെ വേറെ ഒന്നുമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ, അടുത്ത ചോദ്യം കഴിഞ്ഞു കേട്ടോ, ഞാൻ ജസ്റ്റ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ്, കുറച്ച് നമ്മൾ PYQs ഒക്കെ നമ്മൾ ഒരു ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഒരിക്കലും അവസാനിക്കുന്നില്ല, ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടാവും. കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ എല്ലാ കൺസെപ്റ്റും പറഞ്ഞിട്ടുണ്ട്. സോ നൈട്രജൻ,
ഓക്കെ, വിച്ച് ഈസ് ലീസ്റ്റ് ബേസിക് ഇതില്? വിച്ച് ഈസ് ലീസ്റ്റ് ബേസിക്? വിച്ച് ഈസ് ലീസ്റ്റ് ബേസിക്? ഇതിൽ ഏതാണ് ലീസ്റ്റ് ബേസിക്? നോക്കിയേ, വിച്ച് ഈസ് ലീസ്റ്റ് ബേസിക്? ഏതാണ് ലീസ്റ്റ് ബേസിക് വരിക? 2ഉം 3 എന്തായാലും ഹൈലി ബേസിക് ആയിരിക്കും, കാരണം ആലിഫാറ്റിക് അമീൻസ് ആണല്ലോ. പിന്നെ 1ഉം 4 അരോമാറ്റിക് ആണ്. അതിൽ 1ഉം 4ഉം കമ്പയർ ചെയ്യുന്ന സമയത്ത് 4ൽ ഒരു ഗ്വാനഡീൻ സ്ട്രക്ചർ കാണാൻ പറ്റും നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസർ എന്തായിരിക്കും? 1. ആൻസർ ഈസ് 1. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ICH2COOH, BrCH2COOH, FCH2COOH, C6H5CH2COOH. മോസ്റ്റ് അസിഡിക്, ഇതിലേതാണ് മോസ്റ്റ് അസിഡിക്? മോസ്റ്റ് അസിഡിക് സിമ്പിൾ ചോദ്യങ്ങളാ. മോസ്റ്റ് അസിഡിക്. മോസ്റ്റ് അസിഡിക് ഏതായിരിക്കും? റിസൾട്ടന്റ് കാർബാനയുടെ സ്റ്റെബിലിറ്റി നോക്കിയാൽ പോരെ? ഒന്ന് I കണക്റ്റഡ് ടു CH2CO മൈനസ്, ഒന്ന് Br കണക്റ്റഡ് ടു CH2CO മൈനസ്, ഒന്ന് F കണക്റ്റഡ് ടു CH2CO മൈനസ്, ഒന്ന് C6H5 CH2 കണക്റ്റഡ് ടു COO മൈനസ്. ഇവിടെ മൈനസ് ഐ ഇഫക്റ്റ് മാത്രമല്ലേ വരുന്നുള്ളൂ, അല്ലേ? ആൻസർ ഈസ് ഓപ്ഷൻ സി, ഫ്ലൂറിൻ അല്ലേ? 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 റെസണൻസ് ഒന്നും വരുന്നില്ലല്ലോ, ഓൺലി മൈനസ് ഐ അല്ലേ? കാരണം CH2 ഗ്രൂപ്പ് ഉള്ള കാരണം, ഈ ഗ്രൂപ്പ് ഇടയിലുള്ള കാരണം റെസണൻസ് വരില്ലല്ലോ, മൈനസ് ഐ. ഓക്കെ, സോ ഫ്ലൂറിൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So, which of the following compound do not have all carbon-carbon bond same length? Which of the following compounds do not have all carbon-carbon bond same length? ഇതില് ഒരാളുടെ കേസില് CC, അതായത് ചോദ്യം മനസ്സിലായില്ലേ? ഇപ്പൊ റെസണൻസ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ആകുന്നുണ്ടെങ്കിൽ, അതായത് അരോമാറ്റിക്കിൽ കംപ്ലീറ്റ് ആയിട്ട് അരോമാറ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പൊ ഇതില് A സിംഗിൾ റിംഗ് ആണ്, C സിംഗിൾ റിംഗ് ആണ്, D സിംഗിൾ റിംഗ് ആണ്. ദാറ്റ് മീൻസ് അവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അരോമാറ്റിസിറ്റി ആരായിട്ടും ഷെയർ ചെയ്യുന്നില്ല. പക്ഷെ B അങ്ങനെയല്ല. ഞാൻ ബിയുടെ കേസ് പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ, കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് കോമ്പറ്റീഷൻ ആണ് രണ്ട് റിംഗ് തമ്മിൽ. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഈ റിംഗ് കംപ്ലീറ്റ്ലി അരോമാറ്റിക് ആയിട്ട് നിൽക്കുമ്പോൾ മറ്റേ റിംഗ് ഒരു ഡബിൾ ബോണ്ട് എഫക്റ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ അത് കാരണം തന്നെ ഈ CC ബോണ്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഈ CC ബോണ്ടുകൾ അല്ലേ? അപ്പൊ അതിനൊരു ഡബിൾ ബോണ്ട് നേച്ചർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ ബി, അനിലേഷൻ ഇഫക്റ്റ് കാരണം. ഓപ്ഷൻ ബി അല്ലേ? അതുകൊണ്ട് തന്നെ അത് സൈക്ലോ അഡീഷൻ റിയാക്ഷനിൽ പങ്കെടുക്കും.
ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഏകദേശം ഒക്കെ ചെയ്യാൻ പറ്റുന്നില്ലേ? GOC aromaticity എന്താണ്? സോ 6 membered, 4 membered, 5 membered, 6 membered. Order of acidic strength. Order of acidic strength. So this is 1, this is 2, this is 3, this is 4. Option A 4, 2, 1, 3. Option B 4, 3, 2, 1. Option C 1, 2, 3, 4. Option D 1, 4, 3, 2. Simple ചോദ്യമാണ്. Order of acidic strength. എന്താ acidic strength ചെയ്യുമ്പോൾ നമ്മൾ നോക്കണ്ടേ? H എടുത്ത് കളയുക. അപ്പൊ ഇവിടെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അല്ലേ? റെസ്പോൺസ് ഒന്നുമില്ല. അതും പ്ലസ് ഐ ആണ് കയറി വന്നിരിക്കുന്നത്. പ്ലസ് ഐ മാക്സിമം 4-ലാണ്, മിനിമം 1-ലാണ്. ഇത്രയില്ലേ അല്ലേ? പ്ലസ് ഐ മാക്സിമം 4-ലല്ലേ? പ്ലസ് ഐ മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കിയേ, വേറെ ഒന്നുമില്ല ഇവിടെ. പ്ലസ് ഐ മാത്രമേ ഉള്ളൂ. അപ്പൊ പ്ലസ് ഐ മാക്സിമം ആൻസർ ചെയ്ത വരെ സി അല്ലേ? ആൻസർ വിൽ ബി സി. ഓക്കെ, അടുത്ത ചോദ്യം. Compound that give white precipitate on warming with silver nitrate. The compound that give white precipitate on warming with silver nitrate. Compounds that give white precipitate. Silver chloride, silver bromide precipitate. White അല്ല, precipitate. അത് ചിലപ്പോൾ യെല്ലോ ആയിരിക്കും. On warming with aqueous AgNO3 silver nitrate. അതായത് AgBr precipitate ചെയ്യണം. AgBr precipitate ചെയ്യണം. ഇതിൽ ആരായിരിക്കും അങ്ങനെ തരുന്നത്? അതായത് Br എങ്ങനെ പോകണം? Br മൈനസ് ആയിട്ട് പോകണം. Br അങ്ങനെ പോകണം, ലീവ് ചെയ്യണം. Br മൈനസ് ആയിട്ട്. അപ്പൊ നിങ്ങൾ ഓരോന്നിന്നും എന്തായാലും എന്ന് പോവോ? പോവില്ല. ബിന്ന് പോവോ? പോവില്ല. സിന്ന് പോവാണെങ്കിൽ എന്താ സംഭവിക്കുക? സിയിൽ നിന്ന് Br മൈനസ് ആയിട്ട് പോവാണെങ്കിൽ ഇവിടെ എന്ത് വരും? പ്ലസ് വരും. ദാറ്റ് മീൻസ് സി വിൽ ബിക്കം അരോമാറ്റിക്. ഡിയോ പോവാണെങ്കിൽ, പോവില്ല, ഡി പോവാണെങ്കിൽ ഇവിടെ പ്ലസ് വരും. അപ്പൊ എന്തായി മാറും? അത് ആന്റി അരോമാറ്റിക്. അതുകൊണ്ട് എവിടെ നിന്നും പോവില്ല, ഡിന്നും പോവില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. The most acidic species, ഞാൻ ഈ വരയ്ക്കുന്ന സ്ട്രക്ചേഴ്സിലെ മോസ്റ്റ് ആസിഡിക് സ്പീഷീസ് ഏതാന്നുള്ളതാണ് ചോദ്യം.
So A, B, C, T. The most acidic species. Most acidic species. ഞാൻ പറഞ്ഞിരുന്നില്ലേ NH+ വന്നു കഴിഞ്ഞ് നമ്മൾ എന്താ നോക്കണ്ടേ? ഇങ്ങനെ വന്നു കഴിഞ്ഞ് നമ്മൾ എന്താ നോക്കണ്ടേ? കറസ്പോണ്ടിങ് എന്താ? നമ്മൾ ഇവിടെ നിന്ന് എച്ചിന് എടുത്തിട്ട് വല്ല കാര്യമുണ്ട്? എച്ചിന് എടുത്തിട്ട് അത് ന്യൂട്രൽ ഫോമിലോട്ടല്ല പോകുന്നത്. അപ്പൊ നമുക്ക് കോഞ്ചുഗേറ്റ് ബേസ് എന്ന രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കറസ്പോണ്ടിങ് കോഞ്ചുഗേറ്റ് ബേസിന്റെ സ്ട്രെങ്ത് നോക്കുക. കോഞ്ചുഗേറ്റ് ബേസ് എത്രത്തോളം വീക്ക് ആകുന്നു അത്രത്തോളം അസിഡിക് സ്ട്രെങ്ത് കൂടും, അല്ലേ? എത്രത്തോളം കോഞ്ചുഗേറ്റ് ബേസ് വീക്ക് ആകുന്നു അത്രത്തോളം അസിഡിക് സ്ട്രെങ്ത് കൂടും. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഏറ്റവും വീക്ക് ബേസ് ഏതായിരിക്കും? എല്ലാത്തിനും എച്ചിന് എടുക്കുക, എല്ലാത്തിനും എച്ചിന് എടുത്ത് നോക്കുക. എടുക്കട്ടെ ഞാൻ? ഇതിന്ന് എച്ചിന് എടുത്തു, ന്യൂട്രൽ ഫോമായി. ഇതിന്ന് എച്ചിന് എടുത്തു, ന്യൂട്രൽ ഫോമായി. ഇതിന്ന് എച്ചിന് എടുത്തു, ന്യൂട്രൽ ഫോമായി. ഇതിന്ന് എച്ചിന് എടുത്തു, ന്യൂട്രൽ ഫോമാ. ഏതാണ് വീക്ക് ബേസ്? കാണുമ്പോൾ തന്നെ അറിയാലോ. വീക്ക് ബേസ് ഇതിലേതാ? ബി അല്ലേ? ബി അല്ലേ? കാരണം അരോമാറ്റിക് ആയിട്ടുള്ള സാധനമാണ്, അപ്പൊ അതുകൊണ്ട് വീക്ക് ബേസ്. സോ ആൻസർ എന്തായിരിക്കും? ബി അല്ലേ? സ്ട്രോങ് ആസിഡ്. ആൻസർ വിൽ ബി. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു GOC പ്ലസ് അരോമാറ്റിക്സിയുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിക്കുന്നത്, ഏതൊക്കെയാണ് ചോദിക്കുന്നത്, ഇതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആൻസർ കിട്ടാതിരിക്കുകയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് അല്ലെങ്കിൽ കീയിൽ നിങ്ങൾ കാണുന്ന ആൻസർ അല്ല നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കുക വാട്സാപ്പിൽ കൂടെ. ഓക്കെ, സോ താങ്ക് യു.